മലേഷ്യൻ ഡയറീസിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാ ചങ്ങായിമാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡുകൾ എക്സ്പ്ലോർ മലേഷ്യ എന്ന് പറഞ്ഞിട്ട് മലേഷ്യയിലേക്ക് എങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ചീപ്പായിട്ട് വരാമെന്നും അതുപോലെ മലേഷ്യയിൽ എങ്ങനെ ഹോട്ടൽ ചീപ്പായിട്ട് ബുക്ക് ചെയ്യാമെന്നും ഒക്കെ വീഡിയോസ് ഡിസ്പ്ലേ ഉൾപ്പെടെ കണ്ടു. അതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആ 2 വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ചെയ്തോ. ഇന്ന് അതിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് മലേഷ്യയിലേക്ക് വേണ്ട മെയിൻ മറ്റൊരു കാര്യം, മലേഷ്യൻ വിസ. മലേഷ്യയിലേക്ക് ടൂറിസ്റ്റുകളെല്ലാം വരുന്നത് മലേഷ്യൻ ഇ വിസ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. 2014 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് 1-2 പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു തീർക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അത് ഏജൻസിക്ക് വല്ലതും കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 2500 വരെ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ 2100 2000 കിട്ടുന്നുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിലൊരു ആൾ വഴി ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ വരുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു 1850 1900 റേഞ്ചിലാണ്. 1850 താഴെയൊന്നും കിട്ടത്തില്ല എന്തായാലും. പക്ഷേ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ $21.5 അതായത് 1500 രൂപ മിച്ചം മാത്രം രൂപയാകുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ആ സ്റ്റാർട്ടിങ് വീഡിയോ ഒരു ചെറുതായിട്ട് കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ നമ്മൾ www.windowmalaysia എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ പേജിലേക്ക് എത്തും, വിൻഡോ മലേഷ്യ. അപ്പോൾ ആ പേജിലെത്തുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ കാണാം, റിട്ടേണിംഗ് യൂസർ, ലോഗിൻ, അതുപോലെ ഐ ആം ന്യൂ അപ്ലൈ. ഇത് ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആൾ ലോഗിൻ ചെയ്താണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഐ ആം ന്യൂ അപ്ലൈയിലാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ഐ ആം ന്യൂ അപ്ലൈയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. കാരണം നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് പിന്നെ നമുക്ക് വിസ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. അങ്ങനത്തെ കേസിലൊക്കെയാണ് ഈ റിട്ടേൺ യൂസർ ലോഗിനിൽ വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യാനുള്ള കേസിലൊക്കെ. അപ്പോൾ ഐ ആം ന്യൂ അപ്ലൈ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് വരും, രജിസ്ട്രേഷൻ. അവിടെ അവർ കാണിക്കുന്നുണ്ട് സാമ്പിൾ പാസ്പോർട്ടിൻ്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് ഫുള്ള്, സർനെയിം ഏതാണ്, നമ്മുടെ നെയിം ഏതാണ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് കണ്ട് അവരുടെ സാമ്പിൾ നോക്കി നമ്മൾ ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ടും വരികയില്ല. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ പേര്, അതുപോലെ അഡ്രസ്സ്, പേര് ഗിവർ നെയിം, സർനെയിം, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, അതുപോലെ ബർത്ത് ഡേറ്റ്, അങ്ങനെ എല്ലാം നമ്മൾ കൊടുക്കണം. ഇമെയിൽ ഐ ഡി കൊടുക്കണം, നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി. ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമുക്ക് വെരിഫിക്കേഷൻ വരേണ്ടത്, അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോസസ്സ് നടത്തി പോവാം. കുറച്ച് നേരത്തെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ ലോഗിൻ ഇൻഫർമേഷൻ അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി, നമുക്ക് വേണ്ട പാസ്വേഡ്, ഇത് ലോഗിൻ ചെയ്യേണ്ട പാസ്വേഡും കൺഫേം ചെയ്ത് കൊടുക്കുക. അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇതിലേക്ക് കയറുന്നത്. അപ്പോൾ ഇപ്പം കണ്ട പോലെ ആ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീറ്റെയിൽസ്, ആ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ. സോറി. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ട് നടക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുകളാണല്ലോ, ഇതിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ പാസ്പോർട്ടിൻ്റെ മെയിനായിട്ട് ഫ്രണ്ട് പേജും ബാക്ക് പേജും, അതായത് നമ്മുടെ ഫോട്ടോ ഉള്ള പേജും ബാക്കിൽ അഡ്രസ്സ് ഉള്ള പേജും അത് ക്ലിയറായിട്ട് വേണം. അതിൽ മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ്, ഇന്നാളൊരിക്കൽ റിജക്ഷൻ വന്നിട്ടുള്ളതാണ്. പേജ് സ്കാൻ ചെയ്യുമ്പം ഫുൾ പേജ് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റണം. അതായത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് മീൻസ് ആ ഇമേജ് എടുത്ത് നോക്കുമ്പോൾ ഫുൾ സ്ക്രീനിലായ ഫോട്ടോ ആയിരിക്കണം. അല്ലാണ്ട് ഇന്നാൾ റിജക്ഷൻ വന്നൊരു കേസിൽ സ്കാൻ ചെയ്ത പാസ്പോർട്ട് ഇങ്ങനെ സെൻറ്ററിൽ ചുറ്റും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഒരു പേപ്പറിൻ്റെ നടുക്ക് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് വരും. ഇത്രയും ഒരു ഫുൾ പേജ് ആണെങ്കിൽ ഇത്രയും ഭാഗത്തേ ഉള്ളൂ പാസ്പോർട്ടിൻ്റെ സ്കാൻ, അത് റിജക്റ്റഡായി. അങ്ങനത്തെയൊക്കെ റിജക്ഷൻ വരുന്നത് വെച്ചാൽ ഇത് കൂടുതലും സിസ്റ്റം റെക്കഗ്നീഷൻ ഇതാ വരുന്നത്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് വേണം. അപ്പോൾ പാസ്പോർട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ നല്ല സ്കാൻ ചെയ്ത് വെച്ചിരിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഫ്രണ്ട് പേജും ബാക്ക് പേജും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ. അടുത്തായിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മലേഷ്യയിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതുമായിട്ടുള്ള കൺഫേംഡ് നിങ്ങളുടെ പേരിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് PDF ഫോർമാറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക, എവിടെയാണെന്ന് വെച്ചാൽ അത് പോയി സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഫോട്ടോ കൊടുക്കണം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ മലേഷ്യൻ പാസ്പോർട്ട് പറയുന്നത് 3.5x5 സൈസാണ് പറയുന്നത്. അത് നിങ്ങൾ ബേജാറാവേണ്ട, നിങ്ങൾ നേരെ പോയി സ്റ്റുഡിയോയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് എടുത്തു തരും. ഒരു 99% സ്റ്റുഡിയോക്കാർക്കും അറിയാം. ഇനി അറിയാൻ മേലാത്ത 1% സ്റ്റുഡിയോക്കാരുടെ അടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ
നിങ്ങൾ തന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാനും കിട്ടും. 3.5x5 എന്ന സൈസിലാണ് വരുന്നത്. അത് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് മറക്കരുത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോയുടെ സ്കാൻഡ് വേർഷൻ അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, തീർന്നു. ഇതൊക്കെ ഞാൻ പറയാം, ഒരു മിനിറ്റ് പോലും വേണ്ട, 1 മിനിറ്റ് അല്ല 30 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ ഇതൊക്കെ ഓരോന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഹോട്ടൽ കൺഫർമേഷൻ. അത് നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു, ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ട സൈറ്റുകളൊക്കെ. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ അവരൊരു ലെറ്റർ അയച്ചു തരും, അതായത് കൺഫേംഡ് ലെറ്റർ. അത് PDF ആക്കി അപ്ലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ചാളുടെ കഴിയുമ്പോഴത്തേക്ക് അവർ PDF തന്നെ സെൻഡ് ചെയ്യും, നമുക്ക് PDF ആയിട്ട് തന്നെ സെൻഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം, കാരണം അവരുടെ ഇമെയിൽ ID ഒക്കെ അതിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരയക്കുന്ന ആ ലെറ്റർ തന്നെ PDF ആക്കി കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്താലും മതി. എന്നിട്ട് അത് ജസ്റ്റ് അങ്ങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, അതിലെ ടിപ്പ്, ഹോട്ടൽ നിങ്ങളുടെ പേരിലായിരിക്കണം. സപ്പോസ് നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ ഈ മലേഷ്യയിലുള്ളതോ അല്ലെ വേറെ വല്ലയിടത്തുള്ളതോ, ഇപ്പോൾ ഇൻ കേസ് സിംഗപ്പൂരൊക്കെ ആണെങ്കിലും ഈ സെയിം പ്രൊസീജിയർ. അപ്പം നിങ്ങളുടെ ലോകത്ത് ഏത് രാജ്യത്ത് പോകാനും ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടലും ഒക്കെ ബുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൽ എന്തായാലും ചെയ്യണം. അതായത് നിങ്ങളൊരു 10 പേരുടെ ടീമാണ് പോകുന്നതെങ്കിൽ ആ 10 പേരിൽ ഒരാളുടെ പേരിലായിരിക്കണം എന്തായാലും ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഈ പേര് വന്നിട്ടില്ലെങ്കിൽ അതൊക്കെ റിജക്ഷൻ ആകാനുള്ള ഹൈ ചാൻസ് ആണ്. അപ്പോൾ അത് മറക്കരുത്, നിങ്ങളുടെ പേരിലുള്ള ഹോട്ടൽ കൺവെൻഷൻ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, നമുക്ക് പിള്ളേരായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അതായത് 12 വയസ്സിൽ താഴെയുള്ള പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവർ മൈനറാണ്. അപ്പോൾ അവരുടെ ID ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തത് അവരുടെ അച്ഛൻ്റെ അണ്ടറിൽ തന്നെ കൊച്ചിൻ്റെ ID പാസ്പോർട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതായത് വേറെ ഒരു പ്രൊഫൈലൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഇന്നാള് ഞാൻ കേട്ടത് ഈ ഒരാളുടെ പ്രൊഫൈലിൽ തന്നെ വിസകൾ 5 എണ്ണം ഏതാണ്ട് അപ്ലൈ ചെയ്യാമെന്നാണ്. അത് ഞാൻ ട്രൈ നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് അതൊന്നും വേണം നോക്കാം. പക്ഷേ ഏതായാലും പിള്ളേരുടെ എന്തായാലും പറ്റുന്നുണ്ട്, ഞങ്ങൾ നോക്കി. വേറെ ഇമെയിൽ ID ഒന്നും വേണ്ട, രജിസ്റ്റർ ഒന്നും വേണ്ട. സെയിം അച്ഛൻ്റെ പ്രൊഫൈലിൻ്റെ അടി തന്നെ കൊച്ചിൻ്റെ കൊടുത്തു. അപ്പോൾ കൊച്ചിൻ്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ കൊടുക്കണം. അതർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, കാരണം 12 വയസ്സ് താഴെയാണ്, ബർത്ത് സർട്ടിഫിക്കറ്റോട് ആവശ്യമുണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് അത് ജസ്റ്റ് അപ്ലോഡ് കൊടുത്താൽ മതി. അപ്പോൾ അതോടുകൂടി പരിപാടികളെല്ലാം തീർന്നു. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. ശരിക്കും നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നിങ്ങൾ കുറച്ച് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് പോലും പിടിക്കാനാണ്, അത് ഷുവറാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞത് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ അതിൻ്റെ അവിടെ ഗൈഡ് ലൈൻസും സംഭവം എല്ലാം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ വായിച്ചു നോക്കാം. അതനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അതൊക്കെ എഗ്രി ചെയ്ത് പോയി കഴിയുമ്പോൾ പേയ്മെൻറ്റ് സെക്ഷൻ വരും. പേയ്മെൻറ്റ് നിങ്ങൾ $21 പേ ചെയ്യുക. അതോടുകൂടി അവർ പറയും 48 ഹവേഴ്സോ അതിൻ്റെ ഉള്ളിൽ കൺഫർമേഷൻ വരുമെന്ന്. വിത്തിൻ 1 ഡേ. ശരിക്കും എനിക്ക് എപ്പോഴും കിട്ടിയേക്കുന്നത് 24 മണിക്കൂറിനുള്ളിൽ വിസ കിട്ടിയിട്ടുണ്ട്. പലതും ഞാൻ രാവിലെ അപ്ലൈ ചെയ്ത് വൈകുന്നേരം കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ഒരു ദിവസം ഉച്ചയ്ക്ക് അപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് ഡേ ഒക്കെ. മാക്സിമം ഒരു 48 മണിക്കൂറാണ് അവർ പറയുന്നത്, അതിനുള്ളിൽ സംഭവം കിട്ടും. ഇൻ കേസ് ഇനി എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ അവർ വേണമെങ്കിൽ അവർ ഇമെയിൽ അയച്ച് ചോദിക്കും. പക്ഷേ ഒരു കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളിത് ഫില്ല് ചെയ്യുമ്പോൾ എല്ലാം ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്യുക. എൻ്റെ ഒരു സജഷൻ ആണോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാം ഒന്നുകൂടെ വായിച്ചു നോക്കണം. കാരണം നിങ്ങളുടെ പേരിൽ, അഡ്രസ്സിൽ, ഡേറ്റ് ഓഫ് ബർത്തിൽ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വിസ റിജക്റ്റഡ് ആണ്. കാരണം ഇവർ ഇതേപടിയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള തെറ്റ് വന്നു കഴിഞ്ഞാൽ റിജക്റ്റഡ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ടിനോടോ വൈഫിനോടോ സിസ്റ്ററിനോടോ ബ്രദറിനോടോ ആരോടെങ്കിലും പറഞ്ഞൊന്ന് വായിക്കാൻ പറയാം. കാരണം ചിലപ്പോൾ നമ്മൾ കാണാത്ത തെറ്റായിരിക്കും അവർ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതനുസരിച്ച് തെറ്റുണ്ടെങ്കിൽ വായിച്ചങ്ങ് പോയി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പക്ക, പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 1 ദിവസത്തിനുള്ളിൽ അല്ല 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിസ നിങ്ങളുടെ ആ കൊടുത്ത ഇമെയിൽ ID വരും. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈ വെച്ചിങ്ങ് പോന്നേച്ചാൽ മതി, വേറെ ഒരു വിഷയമില്ല. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വിസ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ വിൻഡോ മലേഷ്യ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി ചെയ്താൽ മതി. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞുകൊണ്ട് ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്ത പോലെ. അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഞാൻ കൊടുക്കും, മലേഷ്യൻ ഡയറീസ് മലയാളി ബാക്ക് പാക്കർ ഫേസ്ബുക്ക് പേജിലും ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നതാണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ അതിലും അവിടെയും അതുപോലെ തന്നെ ഇവിടെയും പിൻഡ് കമൻറ്റിൽ ഇട്ടേക്കാം. ഇനി നിങ്ങൾക്ക് ആഡ് ഓൺ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ് ചെയ്യുക. കാരണം ഇതൊക്കെ ഇൻഫർമേഷൻസ് നമ്മളെപ്പോഴും എന്താ പറയുക കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എല്ലായിടത്തും ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആഡ് ഓൺ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഒത്തിരി ഹാപ്പിയോടുകൂടി ഞാനത് റിസീവ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് വേണം എന്ന് തോന്നുന്നവർക്ക് അല്ലെങ്കിൽ ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമുള്ളവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം അത് കൂടുതൽ മോട്ടിവേഷൻ ആവും എനിക്ക് ചെയ്യാൻ വേണ്ടി. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്തേര്.
അപ്പം ഇനി മലേഷ്യയിലെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും ഉള്ള വീഡിയോ ആയിട്ട് ഉടനെ വരാം. അത് കഴിഞ്ഞിട്ട് മലേഷ്യയിൽ ഒരു 2 days ഇറ്ററി പ്ലാൻ വളരെ ചീപ്പായിട്ട് ഒരു 2500 രൂപയ്ക്ക് മലേഷ്യക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള പ്ലാൻ കേട്ടോ. ഒരു ഫുൾ ഫാമിലി അല്ലെങ്കിൽ ഒരു ഹണിമൂണൊക്കെ ആയിട്ടുള്ള പാക്കേജുകളും ഞാൻ അതിൻ്റെ പുറകെ ഇട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക്. ബൈ.